കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. സ്കൂളിന് മുന്നിൽ പ്രതിഷേധം, KSUവിന്റെ പ്രതിഷേധം. ബാരിക്കേഡുകൾ മറികടക്കാനായി പ്രതിഷേധക്കാർ ശ്രമിക്കുന്നു. പോലീസ് ബലമായി തന്നെ അവരെ തടയുന്നുണ്ട്, പിടിച്ചു മാറ്റുന്നുണ്ട് പ്രതിഷേധക്കാരെ. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അശ്വിൻ, ഈ ദൃശ്യങ്ങളിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പോലീസിനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വനിതാ പ്രവർത്തക ബാരിക്കേഡിന് മുകളിൽ തന്നെ കയറി നിൽക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പറയൂ. സ്മിത, KSU കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകരുണ്ട്. ഇവർ ബാരിക്കേഡ് മറികടക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പ്രവർത്തകൻ ബാരിക്കേഡ് മറികടന്ന് ചാടി അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പ്രതിഷേധങ്ങളുടെ ഇടതുവശത്തേക്ക് നോക്കിയാൽ ആ ബാരിക്കേഡ് തള്ളി നീക്കി അതിന് ഇപ്പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തുന്നുണ്ട്. വനിതാ പ്രവർത്തകരടക്കമുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം പറയാൻ. അവർ ഈ പ്രതിഷേധത്തിൻ്റെ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് ചാടാനുള്ള ഒരു ശ്രമമാണ്. ആ ബാരിക്കേഡ് ഒരു പരിധിവരെ ഉയർത്തി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രവർത്തകൻ, ഒരു വനിതാ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് എത്തിയ ഒരു വനിതാ പ്രവർത്തക അടക്കമുള്ള നിരവധി KSU പ്രവർത്തകർ ഇപ്പോൾ ഇതാ ഈ ബാരിക്കേഡ് മറികടന്ന് ചാടി ഈ സ്കൂളിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ ഇതാ ഈ സ്കൂൾ ഗേറ്റിൻ്റെ സമീപത്തേക്കും എത്തിയിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇതാ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് സ്കൂളിന് മുൻവശം പോകുന്ന സാഹചര്യമാണുള്ളത്. നിരവധി പ്രവർത്തകർ ഇതാ ചാടിക്കറങ്ങി സ്കൂൾ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സ്കൂൾ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വനിതാ പ്രവർത്തകരടക്കമുള്ള KSUവിൻ്റെ നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് ഒരു വനിതാ പ്രവർത്തകരുടെ പോലീസ് ശ്രമങ്ങൾക്കിടെ നിലത്തേക്ക് വീണിട്ടുണ്ട്. അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. ആ KSU വനിതാ പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. വലിയ പ്രതിഷേധം. ആ സ്കൂൾ ഗേറ്റ് തള്ളി തുറന്ന അകത്തേക്ക് ഇതുവരെ ഉണ്ടായ പ്രതിഷേധങ്ങളിൽ വലിയ പ്രതിഷേധമായി ഇത് മാറുകയാണ്. സ്മിത, ഈ ബാരിക്കേഡ് ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്തേക്ക് കയറാനും ആ ഗേറ്റ് തല്ലിപ്പൊളിക്കാനുമുള്ള ശ്രമങ്ങളാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും പ്രതിഷേധം അടങ്ങുന്നില്ല. പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വരുന്നുണ്ട്. നിരവധി പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നായി ചാടി വരികയാണ്. ഇതാ കൂടുതൽ KSUവിൻ്റെ കൂടുതൽ വനിതാ പ്രവർത്തകരാണ് ഈ ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധവുമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ പ്രവർത്തകരെ ഈ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. അതിനും അറസ്റ്റിന് വഴങ്ങാത്തതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം പ്രവർത്തകർ നടത്തുന്നുണ്ട്. സ്കൂളിനകത്തേക്ക് കയറിയാൽ അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടി നിൽപ്പുണ്ട്. CPM മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിനകത്തേക്ക് ഈ പ്രവർത്തകർ കയറിയാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ KSUവിൻ്റെ പ്രതിഷേധം ഇതുവരെ നടന്നതിൽ സമാനതകളില്ലാത്തൊരു പ്രതിഷേധമായി മാറുകയാണ്. പോലീസിന് ഇവരെ പിടിച്ചുമാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വാഹന സംവിധാനം നിലവിൽ ഇവിടെ ഇല്ല. ഇതുവരെ 2 പ്രതിഷേധങ്ങളാണ് നടന്നത്. RYFൻ്റെയും ഒപ്പം യുവമോർച്ചയുടെയും പ്രതിഷേധങ്ങൾ നടന്നു. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ 2 പോലീസിൻ്റെ ബസ്സുകൾ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താലും ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടു പോകാനുള്ള സംവിധാനം നിലവിൽ പോലീസിനില്ല. എന്തായാലും ആ പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ഒരു പ്രതിഷേധക്കാർക്കും ഈ സ്കൂളിൻ്റെ ഗേറ്റിന് സമീപത്തേക്ക് ചാടിക്കടക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു കടമ്പയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ചാടിക്കടന്നിരിക്കുന്നത്. ബാരിക്കേഡ് പൂർണ്ണമായും ചാടിക്കടന്ന ഏകദേശം 10-20ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ പുറകിൽ ഈ ബാരിക്കേഡിന് സമീപത്തായുണ്ട്. പോലീസിന് നേരെ കെട്ടിയ കമ്പുകളും കല്ലുകളും വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. സ്മിത, എന്തായാലും ഇതാ വലിയ സംഘർഷത്തിലേക്ക് ഈ സ്കൂളിന് മുൻവശം, തേവലക്കര ഹൈസ്കൂളിന് മുൻവശം, ബോയ്സ് ഹൈസ്കൂളിന് മുൻവശം ഉണ്ടായിരിക്കുന്നു. ഒരു തരത്തിലും പോലീസിൻ്റെ അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകർ ചെറുത്തു നിൽക്കുകയാണ്. ഇതാ ബാരിക്കേഡിൻ്റെ സമീപത്തേക്ക് നോക്കിയാൽ ആ ബാരിക്കേഡ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. ഷിബിൻ, ക്യാമറ ഇടതുവശത്തേക്ക് തിരിച്ചാൽ നമുക്ക് ഈ ബാരിക്കേഡ് പൂർണ്ണമായും തള്ളി മറിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് ഒരു പരിധിവരെ ശ്രമിക്കാൻ 5 പോലീസുകാർ മാത്രമാണ് ഈ ബാരിക്കേഡിനെ പ്രതിരോധിക്കാനുള്ളത്. മറുവശത്ത് നൂറുകണക്കിന് KSU പ്രവർത്തകർ ആ ബാരിക്കേഡ് തള്ളി മറിക്കാനായി ശ്രമം നടത്തുന്നു. ഇരുവശത്തു നിന്നും ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമങ്ങളാണ് സ്മിത നടത്തുന്നത്. അതായത് പോലീസിൻ്റെ നിയന്ത്രണം ഇവിടെ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ബാരിക്കേഡിന് സമീപത്ത് 2 പോലീസുകാർ മാത്രമാണുള്ളത്. 2 വശത്തു നിന്നും KSUവിൻ്റെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് അഴിച്ചു മാറ്റാനും തള്ളി താഴെയിടാനുമാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഈ പോലീസിന് ഈ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസിൻ്റെ എണ്ണം ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ബാരിക്കേഡിൻ്റെ കയറുകൾ അഴിച്ചു മാറ്റുകയാണ് പ്രവർത്തകർ. ആ കയറഴിച്ചു മാറ്റി
ഈ പ്രവർത്തകർ പൂർണ്ണമായി ഇവിടേക്ക് കടന്നാൽ വലിയ രീതിയിലേക്ക് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ എത്തിയാലും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൽ വലിയ പ്രതിരോധം നിലവിൽ, വലിയ പ്രതിസന്ധി നിലവിൽ പോലീസിനുണ്ട്. അത്രത്തോളം ചെറുത്തു നിൽക്കുകയാണ് നിലവിൽ KSU പ്രവർത്തകർ. ആ ബാരിക്കേഡിൻ്റെ കയറുകൾ, വടം കെട്ടി നിർത്തിയിരിക്കുന്ന ബാരിക്കേഡിൻ്റെ കയറുകൾ പൂർണ്ണമായും അഴിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ സ്കൂളിൻ്റെ ഗേറ്റിന് മുൻവശം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. നിലവിൽ ഇവിടേക്ക് ചാടിക്കടന്ന പ്രവർത്തകർ ഇതാ ഈ ഗേറ്റിന് മുന്നിൽ കിടന്ന റോഡിൽ സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതിഷേധക്കാരെ ബലമായി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ആ ശ്രമങ്ങളെ ഒക്കെ തന്നെ ചെറുത്തു നിന്നുകൊണ്ട് ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ കൂടുതൽ പേർ സ്കൂളിന്റെ ഗേറ്റ് തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടു.